Myself Adnan, consultant physiotherapist, Adnan's Physiotherapy and Rehabilitation. Recently, back, neck, shoulder, pathology ആയിട്ട് ഇഷ്ടംപോലെ പേഷ്യൻസ് ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ബോഡി തരുന്ന വാണിംഗ് സൈൻസ് ഇഗ്നോർ ആയിട്ട് ബോഡി റണ്ണാകുമ്പോഴാണ് ഒരു പേഷ്യൻറ്റ് പെയിനിൽ എൻ്റെ പാകുന്നത്. അപ്പോൾ ഞാനിവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനോടും പറയുന്നത്, ബോഡി വാണിംഗ് സൈൻസ് തന്നാൽ അധിക സമയം വെയിറ്റ് ചെയ്യാണ്ട് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ വന്നിട്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സസ്റ്റൈൻഡ് ആയിട്ട് ഒരു പോസ്റ്റർ ഹോൾഡ് ചെയ്ത്, അതായത് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് അല്ലെങ്കിൽ കുറേ നേരം നിന്നിട്ട് ഒരു ജോലി നമുക്ക് ഒരു കുറച്ച് സമയം ചെയ്ത് തീർക്കണമെങ്കിൽ അത്ര മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ പെയിൻ ഫ്രീ ആയിട്ട് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇടയിൽ എത്ര ആൾക്കാർക്ക് സസ്റ്റൈൻഡ് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഹാബിറ്റ് ഉണ്ട്? വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് റെഗുലർ എക്സസൈസ് ഹാബിറ്റ് ഉണ്ട്. ഒരു കോമൺ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി അവർ മീറ്റ് ചെയ്യുന്ന ഹൗസ് ഹോൾഡിങ് വർക്ക്സ് മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പെയിൻ ഫ്രീ ആയിട്ട് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാൻ. എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ബേക്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, ഡിസ്കംഫർട്ട് പേഷ്യൻ്റ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ വർക്ക്, ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാ ലേഡി പോപ്പുലേഷനിൽ വരുന്ന ഒരു 90% ആൾക്കാർ പറയുന്നത്. ആ പെയിന് സഹിച്ചുകൊണ്ട് ആക്ടിവിറ്റി ഓരോ ദിവസവും കംപ്ലീറ്റ് ആകുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ആ നെക്കിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുകയും, കുറച്ച് കഴിയുമ്പോൾ ആ നെക്കിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ അല്ലെങ്കിൽ ബാക്കിൽ ഇൻഫ്ലമേഷൻ, നീരിറങ്ങുകയും പേഷ്യൻറ്റിന് മെല്ലെ മെല്ലെ പെയിന് സ്റ്റാർട്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ബോഡി കുറേ കോമൺ വാർണിംഗ് സൈൻസ് നമുക്ക് തരാറുണ്ട്. അത് കുറേ കുടിയുമ്പോൾ ഒന്ന് നിവരണം, കുറേ ഇരുന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കണം, ആ പൊസിഷൻ ചേഞ്ച് ആകണം. അത് കാണിക്കുന്നത് പറഞ്ഞാൽ ബോഡിക്ക് ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ ആക്ടിവിറ്റി, ഏതൊരു ആക്ടിവിറ്റിയാണോ നമ്മുടെ ബോഡിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത്, അത് ആ ഓൺ ദ സ്പോട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ഒരു ബോഡിയുടെ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അതിനാൽ ഫിസിയോതെറാപ്പി നടുവിൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ നമ്മുടെ എല്ലാ ക്ലയൻസിനോടും പറയാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ഏത് ജോയിൻ്റാണ് അബ്നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് ഫൈൻഡ് ചെയ്ത് ആ ജോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ നോർമലൈസ് ചെയ്ത് ഫിസിയോതെറാപ്പി പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ജോയിൻറ്റ് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്തു. അപ്പോൾ അത് കുറേ കാലം ഈ ഏതൊരു പത്തോളജി ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്ട് കുറേ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് അത് ജോയിൻറ്റിൽ ആദ്യം മസ്കുലർ ലെവലിൽ അത് ഇൻഫർമേഷൻ ഉണ്ടാക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ജോയിൻറ്റിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, കുറച്ച് കഴിയുമ്പോൾ ആണ് നമ്മൾ ആ സ്ട്രക്ചറിൽ ഒരു ഇഞ്ചറി ഉണ്ടാക്കുന്ന സെറ്റപ്പിലേക്ക് ഈ ഇഞ്ചറി അല്ലെങ്കിൽ ഈ പത്തോളജി പ്രോഗ്രസ് ആണ്. അപ്പോൾ ഏത് ബാക്ക് പെയിൻ, അത് അട്രോമാറ്റിക് ആയിട്ട് ഇടുകയോ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാണ്ട് വരുന്ന ഏത് ബാക്ക് പെയിൻ്റെ ഒരു നോർമൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ആദ്യം ബാക്കിൽ പെയിൻ വരും, കുടിയാതെ നീരാനുള്ള ബുദ്ധിമുട്ട് വരും, കുറേ നേരം ബൈക്കിൽ ഇരിക്കുമ്പോൾ നിവരണം തോന്നും, കുറേ നേരം കുടിഞ്ഞിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിവരണം തോന്നും. ഇങ്ങനത്തെ നോർമൽ വാർണിംഗ് സൈൻസ് ബോഡി എല്ലാവർക്കും കൊടുക്കലുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് കാലിലേക്ക് കളിച്ചിട്ട് പിന്നെ തരിപ്പ്, പുകച്ചിൽ, ദീപായാലും അങ്ങനെ ഇതിൻ്റെ സ്റ്റേജ് പ്രോഗ്രസ് ആയി ലാസ്റ്റ് വീക്ക്നെസ്സിൽ എൻ്റെ പോകുന്നത്. വീക്ക്നെസ് ഒക്കെ എത്തുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് ഹെൽപ്പിന് സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലെ പേഷ്യൻറ്റ് ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഈ പ്രശ്നം ക്ലിയർ ആവും. വീക്ക്നെസ് വരാത്ത ഏതൊരു കേസും ഫിസിയോതെറാപ്പി കൂടെ വളരെ ഈസി ആയിട്ട് ബാക്ക് ടു നോർമൽ, തിരിച്ചാൽ പേഷ്യൻറ്റിനെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്.